നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനിടെ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ 7ാം ദിവസവും തുടരുകയാണ്. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനവും ഉയർന്നിരുന്നു. തെരച്ചിൽ തൃപ്തികരമല്ലെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ സംയോജിതമായി ഇടപെട്ടില്ലെന്നാണ് ഈ കാണാതായിട്ടുള്ള ജോണിന്റെ മകൾ ജിജി ആരോപിക്കുന്നത്. ജൂലൈ 31-നാണ് വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനിടെ ബോട്ട് മറിഞ്ഞ് ജോണിനെ കാണാതാകുന്നത്. കോസ്റ്റ് ഗാർഡിന്റെയും മറ്റു രക്ഷാസംഘങ്ങളുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ അവിടെ തുടരുകയാണ്. ഫിഷറീസ് മന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഇതുവരെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയോ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നാവികസേനയുടെ സഹായം തേടി എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പ്രാദേശികമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലഭ്യമാക്കാൻ സർക്കാർ ഇനിയെങ്കിലും ഇടപെടണമെന്നുമാണ് ആവശ്യം. ഒരാളെ കാണാതായാൽ നേവിയെ നേരിട്ട് വിളിക്കാൻ കഴിയില്ലെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ വഴി നേവിയുടെ സഹായം ലഭ്യമാക്കാൻ സാധിക്കും. ജോണിന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ മുമ്പ് തീരപ്രദേശത്ത് പോയപ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ എന്ന പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്താവന ഒരു മത്സ്യത്തൊഴിലാളി സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും തീരദേശവാസികളും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എവിടെയെങ്കിലും എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ കമ്മ്യൂണിസ്റ്റുകാർ അത് യു.ഡി.എഫിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഓടിച്ചെല്ലും. അവസാനം സ്വന്തം മൂട്ടിൽ തന്നെ അതിരുന്ന് പൊട്ടും. അച്ഛനെ കാണാനില്ലാത്ത വിഷമത്തിൽ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളുടെ വീഡിയോ മുറിച്ച് സർക്കാരിനെതിരെ എന്ന നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പോഴും ഒരു വിഭാഗം സഖാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പതിവ് പോലെയും ഇത്തവണയും അത് തേഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ജോണിന്റെ പുല്ലുവിളയിലെ വീട്ടിലെത്തിയിരുന്നു. മകളോട് സംസാരിക്കുന്നതിന്റെ ഫോട്ടോയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ആ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഭാര്യ വത്സലയെയും മക്കളെയും സന്ദർശിച്ചു. ജോണിന് വേണ്ടിയുള്ള തിരച്ചിൽ 7ാം ദിവസം പ്രഹസനമായി തുടരുകയാണ്. സർക്കാർ ഇടപെടലുകൾ കാര്യക്ഷമമല്ലെന്നും മത്സ്യത്തൊഴിലാളികളുടെ ജീവന് പുല്ലുവിലയാണ് അധികൃതർ കൽപ്പിക്കുന്നതെന്നാണ് ജോണിന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത്. അപകടം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത്. സഖാവ് എം.വി. ജയരാജൻ, ജില്ലാ സെക്രട്ടറി സഖാവ് വി. ജോയ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടിലെത്തി അവരെ കണ്ട് സംസാരിക്കുന്നതിന് ചില ഫോട്ടോ സഹിതം എം.വി. ഗോവിന്ദൻ മാസ്റ്റർ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അവിടെ പോയപ്പോൾ എന്താണ് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ മകൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ഈ നേതാക്കളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അവിടെ ഒരു അക്ഷരം തിരിച്ചു പറയാനില്ലാതെ വാ മൂടിക്കെട്ടി നിൽക്കുന്ന എം.വി. ഗോവിന്ദൻ മാസ്റ്ററെയും ടീമിനെയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ മകൻ പറയുന്നത് ഇപ്രകാരമാണ്: അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ അവർ പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് അനുവദിച്ചിട്ടുള്ള സാധനങ്ങളല്ലേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് വാസ്തവം. അതായത് ഫിഷറി സൊസൈറ്റിക്ക് വേണ്ടി ഇത്ര കാലം വരെ ആയിട്ടും, അതായത് 2017 ശേഷം 2017 ഓക്കി വന്നു. ഈ ഓക്കിക്ക് ശേഷവും 2026 ആയിട്ടും എന്താണ് ചെയ്തത്? സെയിം റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നത്. അതായത് തെറ്റായ റെസ്ക്യൂ ഓപ്പറേഷനാണ് നടക്കുന്നത്. അതിൽ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കില്ല. വീണ്ടും അതേ റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇതുവരെ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു അപ്ഡേഷനും വരുന്നില്ല? ഒരു ലോക്കൽ റഡാർ സിസ്റ്റം ഇല്ല. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. എന്താണ് SOP എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനില്ല. ഇതാണ് നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ. അല്ലെങ്കിൽ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതി. ഏത് കാലാവസ്ഥയിലും ഇറങ്ങിച്ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയ ഒരു ടീം നമുക്കുണ്ടോ, ഇന്ത്യക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ അത് അനുവദിക്കാനുള്ള ഫണ്ടുണ്ടോ? ഇല്ല. മറ്റുള്ള പല ധൂർത്തിനും കാര്യത്തിനും പണമുണ്ട്. നല്ലൊരു വിഹിതം സൊസൈറ്റിക്ക് ലഭിക്കുമെന്നുണ്ട്. പക്ഷെ ഫിഷറീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി എന്ത് ചെയ്തു ഇത്രയും കാലം? അതാണ് ആ മകൻ ചോദിക്കുന്നത്. വളരെ പക്വതയോട് കൂടിയിട്ടാണ് ആ മകൻ ഇത് സംസാരിക്കുന്നത്. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഒരു കുറച്ച് മാസങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടായപ്പോൾ ആ സർക്കാരിന്റെ തലയിൽ ഇതിനെ വെച്ച് കെട്ടി അങ്ങ് മിണ്ടാതെ അങ്ങ് പോകാം, ഒരു പ്രഹസനം നടത്തി പോകാമെന്ന് കരുതിയെടുത്താണ് തെറ്റിയിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ആ മകൻ ചോദിക്കുന്നുണ്ട്, 2017 ഓക്കി വന്നു. ആ 2017 മുതൽ 2026 വരെയുള്ള കാലയളവിൽ എന്ത് ചെയ്തു? ഇപ്പോഴും സെയിം റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയാണ് നടക്കുന്നത്. എത്രത്തോളം മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ് അവിടെ നഷ്ടമായിരിക്കുന്നത് എന്നാണ് ആ മകൻ ചോദിക്കുന്നത്. ഏതായാലും ഇതെല്ലാം കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാതെ പിരിവെട്ടി നിൽക്കുന്ന
നിൽക്കുന്ന ഗോവിന്ദൻ മാസ്റ്ററെയും ടീമിനെയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം കൂടെ വി.ഡി. സതീശൻ സർക്കാരിന്റെ തലയിലിടാൻ പോയതാണ്. ഏതായാലും കണക്കിന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാം. നിരവധി കമന്റുകളാണ് താഴെ വരുന്നത്. കുറച്ച് കമന്റുകൾ ഞാൻ എടുത്തു വായിക്കാം. ഗോവിന്ദൻ ആകെ കിളി പോയ പോലെ നിൽക്കാണ് ചെക്കന്റെ വർത്തമാനം കേട്ടിട്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഗോവിന്ദൻ മാഷും ടീമും അവിടെ നിന്ന് മുള്ളിയിട്ടുണ്ട്. കാരണം ആ പയ്യൻ പറയുന്നത് അവരെക്കാൾ എത്രയോ മടങ്ങ് ബോധ്യത്തിലും അറിവിന്റെ അടിസ്ഥാനത്തിലുമാണ്. ഇതൊക്കെ പഠിച്ചാണ് സതീശൻ ഓരോ പുതിയ കാര്യം പറയുന്നത്. തിയറി പുള്ളിക്കറിയാം, പ്രാക്ടിക്കൽ വിജയിക്കുമോ എന്ന് 2 മാസം പ്രായമായ ഭരണത്തെ നോക്കി യെസ് എന്നോ നോ എന്നോ പറയുന്നത് രാഷ്ട്രീയ അടിമത്തമാണ്. നമുക്ക് അയാൾക്ക് സമയം കൊടുക്കാം, എന്നിട്ട് വിലയിരുത്താം. മറ്റൊരു കമന്റ്, ആ പയ്യൻ പറഞ്ഞത് സ്വന്തം നെഞ്ചിലേക്ക് തന്നെ കുത്തിയപ്പോൾ സമാധാനമായോ? സതീഷിന് പാരപണിയാൻ പോയതല്ലേ? ഓക്കി മുതൽ ഇങ്ങോട്ട് ഇത്രയും കാലം CPM LDF സർക്കാർ ബാർബർ ഷോപ്പ് നടത്തുകയായിരുന്നോ എന്നാണ് ആ മോൻ ചോദിച്ചത്. ഇനിയെങ്കിലും ഈ നാടകം നിർത്തൂ. ഇതാണ് മറ്റൊരു കമന്റ്. ഇവർക്കൊക്കെ 10 വർഷം ഭരിക്കാൻ സമയം കിട്ടിയിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അടുത്ത 5 വർഷം വീട്ടിലിരുന്ന് ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കാതെ വീണ്ടും കുത്തിത്തിരിപ്പുകളുമായി ഇറങ്ങിയിരിക്കുന്ന ഇവരൊക്കെ ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. MV ഗോവിന്ദൻ മാസ്റ്റർ വീട്ടിൽ നടത്തിയ സന്ദർശനത്തിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴും അതിന് താഴെയും ചീത്തവിളി തന്നെയാണ്. ആ ചെറുക്കൻ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട് പിരിവെട്ടി നിൽക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. കാണാതായ വ്യക്തിയുടെ മകൻ ഊക്കിവിട്ടെന്നാണല്ലോ കേട്ടത്. വെറുതെ ആ വീട്ടിൽ പോയി ചെക്കന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടി. ഫോട്ടോ മാത്രം ഇട്ടാൽ പോരാ, ആ ചെക്കൻ നിങ്ങളോട് പറയുന്ന വീഡിയോ കൂടി ഇട്ടാൽ ജനങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ 10 കൊല്ലത്തെ ഭരണത്തിൽ അപാകതകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ ഈ ഫോട്ടോ ഇന്നലെ അവരുടെ വീട്ടിൽ പോയതിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് താഴെ വരുന്ന കമന്റുകൾ. സംശയമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ആ പോസ്റ്റ് പോയി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ആ പയ്യൻ പറയുന്നത് അവൻ ഒരു ഭരണത്തെയും എടുത്തു പറയുകയല്ല, പക്ഷേ 2017 മുതൽ ഇങ്ങോട്ട് സെയിം റെസ്ക്യൂ ഓപ്പറേഷനും സെയിം ടീമും സെയിം സാധനങ്ങളാണ് ഉപയോഗിച്ചാണ് നടത്തുന്നത്. വളരെ തെറ്റായ ഒരു രീതിയാണ്. ഇപ്പോഴും നമുക്ക് മികച്ച രീതിയിൽ ഒരു ആൾ അപകടത്തിൽ പെടുമ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്ന സാഹചര്യമില്ല എന്നാണ് ആ പയ്യൻ എടുത്തു പറയുന്നത്. മറ്റുള്ള കാര്യങ്ങൾക്ക് ദൂർത്തിനും മറ്റുമായിട്ട് പണം ചിലവഴിക്കുമ്പോൾ ഇവിടെ എന്താണ് ഫിഷറീസ് സൊസൈറ്റി ഇവിടെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നാണ് ആ പയ്യൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റം വരണം. ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയിട്ടുണ്ട്. വി.ഡി. സതീശൻ സർക്കാരിലൂടെയെങ്കിലും മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.